വെൽക്കം ടു റോഷ്നീസ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ നല്ല പുളിയൻ മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് വെക്കുന്ന ഒരു മീൻകറിയാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനിവിടെ കുവൈറ്റിൻ്റെ സുബൈത്തി എന്ന് പറഞ്ഞിട്ടൊരു നല്ല ദശയുള്ള മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല ദശയുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ മീൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം. അപ്പോൾ സാധാരണ മുളക് പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കറിക്ക് ഒരു മഞ്ഞ കളറാണ് വരുന്നത്. അപ്പം കാശ്മീരി ചില്ലി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല കളറായി പോകും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ മുളക് പൊടി എടുക്കുന്നത്. ഇത് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനിവിടെ അരപ്പ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 മാങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പം മാങ്ങ എടുക്കുമ്പോഴത്തേക്കിനും പുളിയുള്ള മാങ്ങ ആണോ എന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ. നമുക്ക് വേണ്ട പുളി അനുസരിച്ച് മാങ്ങ എടുക്കണം. പിന്നെ 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 5-8 ചെറിയ ഉള്ളി വേണം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും നമുക്ക് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു 3-4 പച്ചമുളകും വേണം. പച്ചമുളക് ഇതുപോലെ വായൊന്ന് കീറി ഇട്ടേച്ചാൽ മതി. ഇനി നമുക്ക് മീൻകറി വെക്കാനായിട്ട് തുടങ്ങാം. ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ വാടി വരുമ്പോഴത്തേക്കിന് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീന് മുങ്ങിക്കിടന്ന് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. നമ്മുടെ മീൻ ഒരു 5 മിനിറ്റ് വെന്തതിന് ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാങ്ങ നന്നായിട്ട് വെന്തുടഞ്ഞു പോകും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചോറ് കഴിക്കുമ്പോഴത്തേക്കിനും ഈ മാങ്ങായും ഒക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം. അപ്പം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇടയ്ക്ക് നമുക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മുടെ മാങ്ങായും മീനും ഒക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം.
അപ്പം നമ്മുടെ മാങ്ങ ഇട്ട് തേങ്ങ അരച്ച നല്ല മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് എടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മീൻകറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.